ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഹോം ടൂറാണ് കേട്ടോ. ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അതായത് കാവ്യ, അവളെന്നോട് പറഞ്ഞു ഞാൻ ചേച്ചിയുടെ ആരാധികയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു ഹോം ടൂർ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കാണാനൊന്നുമില്ല. അപ്പോൾ ഇത് കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു പോർച്ച് ഉണ്ട് കേട്ടോ. ഈ മേശ ഉള്ളിലുണ്ടായിരുന്ന മേശയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ അറിയോ, ആരെങ്കിലും പണിക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ആടെ ഉമ്മർത്ത് കയറി ഇരുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, മോനേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് തന്നെ ഇടാം, എന്നാലേ എന്താണ് പിന്നെ അവരിങ്ങനെ അവിടെയും ഇവിടെ ഇരുന്ന് കഴിക്കണ്ടല്ലോ പറഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുത്താൽ കേട്ടോ. പുറത്ത് പണിക്കാരെങ്കിൽ വരുമ്പോഴേ അവർ ഒരു അകത്ത് കയറുന്നില്ല പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മേശ എന്ത് ചെയ്തു, ഉള്ളിലെ മേശ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് കഴിച്ചോളല്ലോ. പിന്നെ മോനേട്ടൻ്റെ പേപ്പറും വായിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ ചെറിയൊരു സിറ്റൗട്ട്, പഴയ മോഡൽ വീടാണ്, പുതിയ വീടൊന്നല്ല. ഒരു 10-15 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന്. അപ്പോൾ അന്നത്തെ കാലത്തെ ആ ഒരു മോഡലിലുള്ള ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ സിറ്റൗട്ടിലേക്ക് കയറാം. ചെറുതാണ് കേട്ടോ. ഈ പിന്നെ ആശാരി പറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കണക്കിലെടുത്ത വീടായതുകൊണ്ട് തന്നെ ഉമ്മറൊക്കെ ചെറുതാണ് കേട്ടോ. പിന്നെ നേരെ തുറന്നാൽ വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ എത്തുന്നത്. ഉമ്മറം ചെറുതാണെങ്കിലും ഹാള് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല ഇതുണ്ട്. ഞങ്ങൾക്ക് 3 ആൾക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ദിവാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. അത് ഞങ്ങളൊരു ഫോട്ടോ വെച്ചിട്ട്, പിന്നെ ഇവിടെ ഒരു ക്ലോക്ക്, പിന്നെ മോന് ഒരു സർപ്രൈസ് കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ. അതൊക്കെ പിന്നെ ഇവിടെയാണ് നമ്മുടെ സോഫ സെറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹാളിലുള്ളത് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടാവും, എൻ്റെ എല്ലാ വീഡിയോസ് കാണുന്നവർക്കും ഈ വീടിൻ്റെ ഏകദേശമൊക്കെ എല്ലാ ഭാഗങ്ങളും അറിയാം. ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെ ഒരു കട്ടിൽ, പിന്നെ ഒരു അലമാര. ഞങ്ങൾ പുറത്ത് പോകുമ്പോഴുന്ന എൻ്റെയും മോൻ്റെയും പുതിയ ഡ്രസ്സുകൾ, പിന്നെ മോഹനേട്ടൻ്റെ ഡബിൾ മുണ്ട്, അങ്ങനത്തെയൊക്കെ വെക്കില്ലേ, അതൊക്കെ ഉള്ള ഒരു അലമാര കേട്ടോ. ഇതൊക്കെ പണ്ട് കാലത്തെ ഇതാണ് കേട്ടോ. എന്താ പറയുക, പണ്ടേ വാങ്ങിയതാണ് ഈ ഫാനൊക്കെ. ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ചൂടുകാലമാകുമ്പോഴേ എത്ര ഫാൻ ഇട്ടാലും മതിയാവില്ല, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൈ കഴുകാനുള്ള വാഷ് ബേസിന് സെറ്റാക്കിയത് കേട്ടോ. പിന്നെ ഇത് 2ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇതിപ്പോൾ വിനിക്കൂട്ടൻ എന്ത് ചെയ്തു, ഇവിടെയാണ് പഠിക്കാനാക്കിയത്. ഇവിടെ ആയിരുന്നില്ല അവൻ്റെ പഠനമുറി. 3 ബെഡ്റൂമാണ് ഉള്ളത്. ആ 3ാമത്തെ ബെഡ്റൂമിലായിരുന്നു പഠനം വെച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ടേക്ക് ഇവിടെ തന്നെ പഠിക്കണം. അപ്പോൾ അവൻ്റെ സ്റ്റഡി ടേബിളാണ് കേട്ടോ അത്. പിന്നെ ഇതാ അവൻ്റെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റിലെ കഥാപാത്രങ്ങളെയൊക്കെ പിടിച്ച് ഒട്ടിച്ച് വെച്ചതാണ്. ചുമരാണ്, പക്ഷേ ഞങ്ങളൊന്നും പറഞ്ഞില്ല. കുട്ടികളെ ഇഷ്ടമല്ലേ, ഒരു പ്രായം കഴിയുമ്പോൾ അതങ്ങോട്ട് മാറുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ ഒട്ടിച്ച് വെച്ചതാണ്. എന്തായാലും കുറേ ആയി വൈറ്റ് വാഷ് ഒന്നും ചെയ്യാത്ത, അപ്പം വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റാം. അപ്പോൾ ഇത് 2ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിനും കൂടെ പൊതുവായിട്ട് ഒരു ഒറ്റ ബാത്റൂമാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതാണ് ആ ബാത്റൂം. ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം രാത്രി അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പുറത്താണ് കുളിക്കാനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ആണ് ഞങ്ങൾ ഊണ് കഴിക്കുന്ന ഡൈനിങ് ഏരിയ. പക്ഷേ ഇവിടുന്ന് ആരും ഊണ് കഴിക്കലൊന്നുമില്ല, എല്ലാവരും ടി-വിൻ്റെ മുന്നിലായിരിക്കും അധികം കഴിക്കുക. പിന്നെ അല്ലെങ്കിൽ അവിടെ ഉമ്മർത്തിരുന്നിട്ട്, അല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് അവിടെ എവിടെയെങ്കിലും ഇരിക്കുക. ഡൈനിങ് ടേബിൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഹാളിൽ അവിടെ ഇടുന്നത് കാണാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. പിന്നെ നേരെ നമ്മൾ പോകുന്നത് പൂജാമുറി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പൂജാമുറി. വിളക്ക് ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ, അതാണ്. ഇതാണ് ഞങ്ങളുടെ പൂജാമുറി. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഈ പൂജാമുറി. ആണ് ഈ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ ഞങ്ങളുടെ അംഗസംഖ്യ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല. ഇവിടെ ഉള്ള അലമാരിയൊക്കെ കൊണ്ടുവച്ച് വെച്ചതാണ്. ഇത് ഞങ്ങളെ പഴയ ഡ്രസ്സൊക്കെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് മോഹനേട്ടന് വർക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഇവിടെയായിരുന്നു ഇവൻ ആദ്യം സ്റ്റഡി ടേബിൾ ഇട്ടിരുന്നു. അപ്പോൾ ഇവൻ ഇവിടെ വേണ്ട പറഞ്ഞു. പിന്നെ ഈ അലമാരയിൽ ഒന്നുമില്ല കേട്ടോ. ഈ അലമാരയിൽ പഴയ ബാഗും വേണ്ടാത്ത കാര്യങ്ങളും അതൊക്കെ വെക്കുന്ന ഒരു പഴയതായിട്ടുണ്ട്, അത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതിൽ മോഹനേട്ടൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ മോൻ്റെ ഏറ്റവും അടിയിൽ മോൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു ചുവരലമാര, അത്ര തന്നെ. സ്ഥിരം എൻ്റെ വീഡിയോയിൽ എല്ലാവരും കാണുന്ന എൻ്റെ അടുക്കള, ഇതാണ് എൻ്റെ അടുക്കള. ഇത് പിന്നെ ആർക്കും പ്രത്യേകം കാണിച്ചു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും എപ്പോഴും കാണുന്ന സ്ഥലമാണ്. ഞാൻ കൂടുതലും ഇവിടെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഉച്ചത്തേക്ക് എല്ലാ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയ
പാത്രമൊക്കെ കഴുകി വെക്കാൻ. ഇവിടെ പണ്ട് ഞാൻ ആട്ടമ്മിയൊക്കെ ഇടുന്നായിരുന്നു കേട്ടോ. ആട്ടമ്മിയല്ല, എന്താ പറയുക, നമ്മളെ നീട്ടമ്മിയില്ലേ, തേങ്ങയൊക്കെ അരയ്ക്കുന്ന അമ്മി ഇട്ടതായിരുന്നു. ഇപ്പോൾ അമ്മിയൊക്കെ എടുത്ത് പുറത്തിട്ടു. പകരം എൻ്റെ പാത്രങ്ങളൊക്കെ വെക്കും. പിന്നെ മറ്റേ തിരുമ്പുമ്പോൾ ഇവിടെയാണല്ലോ വാഷിംഗ് മെഷീൻ വരുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനിലേക്ക് വേണ്ട ഉജാല, പിന്നെ സ്റ്റിഫാൻ ഷൈൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ തേക്കുന്ന ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ, ഞാൻ തേക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെക്കും കേട്ടോ. പിന്നെ ഇത് അടുക്കള, അടുപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പിന്നെ നമ്മുടെ തുടയ്ക്കുന്ന ചപ്പയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ടതാണ് കേട്ടോ. കാരണം പിന്നെ നല്ലോണം ചൂടുണ്ടാവും, അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങിക്കോളെന്ന് വെച്ചിട്ട് കേട്ടോ. ഇത് ഇന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ പപ്പായ 3 പപ്പായം പഴുത്തതാണ്. ചെറുതല്ലേ എന്ന് വിചാരിച്ച് എടുക്കാണ്ടെന്നതായിരുന്നു. നോക്കുമ്പോൾ എല്ലാം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെത്തി കഴിക്കാം. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറേ കാലത്തിന് ശേഷം മണ്ണെണ്ണ കിട്ടിയതാണ് കേട്ടോ. അതാണ് ആ കാണുന്നത്. ചെറുതായിട്ടൊരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട്, പല്ല് തേക്കാനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു കൊട്ടത്തളം. പുറത്തുനിന്ന് തന്നെയാണ്. അകത്തുനിന്ന് അങ്ങനത്തെ പല്ല് തേപ്പ്, കുളി, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒക്കെ പുറത്തുനിന്ന് തന്നെ. അടുത്ത് തന്നെയാണ് കിണർ. വീടിനോടനുബന്ധിച്ചിട്ടല്ല, കുറച്ച് ദൂരെയായിട്ടാണ് കേട്ടോ കിണർ. ഇപ്പോൾ വീടിനോടനുബന്ധിച്ച് പറ്റൂല എന്ന് ആശാരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിട്ടിട്ടാണ് ആക്കിയത്. പിന്നെ വൈറ്റ് വാഷ് ചെയ്യാത്തതുകൊണ്ട് ഒക്കെ മഴയും ഒക്കെ ആയിട്ട് വൃത്തി കുറച്ച് കുറവാണ് കേട്ടോ. ഇതാണ് ഞാൻ വിറകൊക്കെ വെക്കുന്ന സ്ഥലം. വിറക് വരിയായിട്ട് എടുത്തിട്ടില്ല, അത് തെങ്ങുള്ളതുകൊണ്ട് ഇങ്ങനെ തേങ്ങയൊക്കെ വീഴുന്നതുകൊണ്ട് ഇനി എന്തായാലും ഇവിടെ വാർത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത്രേ വിറകുള്ളൂ, അത്രയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് വിറക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതാണ്. പിന്നെ ഞങ്ങളുടെ പുറത്തുള്ള ബാത്റൂം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങളെ കുളി കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വരുന്നത്, അകത്തുനിന്നല്ല. ഇതാണ് പുറത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരാൻ പേടിയാന്ന് പറയുന്നില്ലേ, വെളിച്ചുണ്ടെങ്കിൽ വരാൻ. അപ്പോൾ ഇതാണ് പുറത്തുള്ളത്. അവൾ പറഞ്ഞിട്ട്, കാവ്യ പറഞ്ഞ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിസരം കൂടെ കാണിക്കാം. പരിസരം ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇത് അലക്കുകല്ല്, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, എൻ്റെ വീടും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്ബും കമൻറ്റൊക്കെ ചെയ്യണേ. ഓക്കേ.